CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N. അരുൺ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടും അവസാന ഘട്ടത്തിൽ ഈ ബിരിയാണിക്കകത്ത് മണ്ണെണ്ണ വിളമ്പ് പോലെയുള്ള സമീപനമാണെന്നായിരുന്നു ആ അഭിപ്രായം. അത് ഭിന്നശേഷി സഹോദരങ്ങളുടെ ഒരു ഓണാഘോഷ പരിപാടിയിൽ അവിടെ നടന്ന ഒരു വർത്തമാനത്തെ തുടർന്ന് പറഞ്ഞൊരു കാര്യമാണത്. അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പ്രധാനമായിട്ടും മൂവാറ്റുപുഴയിൽ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഓണത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരു ഓണാഘോഷ പരിപാടിയിൽ നടന്ന സംഘർഷം, അത് പോലീസ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ വർത്തമാനം നടത്തിയത്. സർക്കാർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്, വികസന പദ്ധതി നിരവധി നടപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല നല്ല കാര്യം ചെയ്തിട്ട് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. അതാണ് മൂന്നാം ഗവൺമെൻറ് എന്ന ചർച്ച തന്നെ സജീവമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ചർച്ചയൊക്കെ സജീവമായി നിൽക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെ മൊത്തത്തിൽ മോശമാക്കി പറഞ്ഞതല്ല, പോലീസ് സേനയിലേക്കുള്ള ചില ആളുകൾ ഈ ഗവൺമെൻറ്റിനെ മോശമാക്കണമെന്ന് എന്തോ വല്ലാത്ത താല്പര്യമുള്ള പോലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് അങ്ങനെയുള്ള ആളുകളെ നിലക്ക് നിർത്താൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഒരു ബൃഹത്തായ സംവിധാനമാണ് പോലീസ് സേന. അപ്പോൾ അതിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പാർട്ടിക്കകത്ത വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ തീർന്നോ? അത് പലരുടെയും ആഗ്രഹമാണ്. ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാവണം, മത്സരം ഉണ്ടാവണം, അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവണം, മാധ്യമങ്ങളിൽ വാർത്ത വരണം. അതൊക്കെ ചില തൽപര കക്ഷികളുടെ ആഗ്രഹമാണ്. ഈ സമ്മേളന കാലയളവിൽ അത് നടന്നിട്ടില്ല. 14 മണ്ഡല സമ്മേളനങ്ങളും മത്സരവും ഇല്ലാതെ നടന്നു. ഏക അഭിപ്രായത്തോടുകൂടി 14 മണ്ഡലങ്ങളിലും സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിൽ ചെന്നപ്പോൾ അവിടെയും ഈ പറയുന്ന പോലൊരു തർക്കം ഉണ്ടായില്ല. അവിടെ ഒരു സഖാവ് മാറി മറ്റൊരു സഖാവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം സഖാവ് കെ എൻ സുഗതന് ഒഴിവായി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്രാവശ്യം സഖാവ് കെ എൻ സുഗതൻ തിരിച്ചു വന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് സ്വാഭാവിക ഇക്കുറി സ്റ്റേറ്റ് കൗൺസിലേക്ക് കയറിയത്. മത്സരമൊക്കെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പരാജയപ്പെട്ടു പോകുന്ന സഖാക്കളെ ഈ പാർട്ടിയിൽ നിന്നേ അങ്ങ് അകറ്റി നിർത്തുക എന്നുള്ളതല്ലല്ലോ. ആ സഖാവ് കഴിഞ്ഞ 3 വർഷക്കാലവും പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നിരാശരാകേണ്ടി വരും എന്നതാണ് പറയാനുള്ളത്. ഈ സമ്മേളന കാലയളവിൽ നടപടിക്ക് നേരിടേണ്ടി വന്ന 2 സഖാക്കളാണ് KM ദിനകരനും കമലാസദാനന്ദനും. അവർ രണ്ടുപേരും ഇക്കുറി സംസ്ഥാന കൗൺസിലിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് ഒരു അരുതാത്ത ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതവിടെ അവസാനിച്ചു. അവരാരും പാർട്ടി വിട്ടു പോയിട്ടില്ല, അവരാരും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അവർ പാർട്ടിയുടെ നേതൃത്വത്തിലെ കമലാസദാനന്ദൻ ദേശീയ മഹിളാ ഫെഡറേഷൻ NFIWൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. KM ദിനകരൻ അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സഖാവ് ബിനോയ് വിശ്വത്തിന് നേതൃത്വം നൽകുന്ന ആ സെൻട്രൽ അക്കൗണ്ടിനാണ് ആ സഖാവ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് വന്നിട്ടുള്ളത്. ഈ പുറത്ത് പ്രചരിപ്പിക്കുന്നത് പോലെ ഈ പാർട്ടിക്കകത്ത് ഒരു വിഷയവുമില്ല എന്നുള്ളതാണ് സത്യം. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.